ചേകന്നൂർ വീരകണ്ഠൻ കർത്താവ് എന്റെ അച്ഛൻ, ഞാൻ നീലകണ്ഠൻ കർത്താവ്. 18 പയറ്റി തെളിഞ്ഞ പാരമ്പര്യമുള്ള കുടുംബം. കാട്ടാനയെ വരെ ചൂണ്ടുവർമ്മത്തി നിർത്താൻ കഴിവുള്ളവനാണ് ഈ കർത്താവ്. അതുകൊണ്ട് എനിക്കാരെയും പേടിയില്ല. വർമ്മയുടെ ഈ എസ്റ്റേറ്റ് ഞാൻ തന്നെ വാങ്ങും. എന്ത് പറ്റി? അല്പം വലിവുണ്ട്, എന്നാലും ശക്തിക്ക് കുറവൊന്നുമില്ല. ആർക്കും ഒരു സംശയവും തോന്നാതിരിക്കാനാ കാര്യങ്ങൾ ഇവിടെ വെച്ച് സംസാരിക്കാൻ തീരുമാനിച്ചത്. അത് നന്നായി. ആരെങ്കിലും കണ്ടാൽ നമ്മൾ മൂത്രമൊഴിക്കാൻ നിൽക്കുന്നേ തോന്നൂ. കർത്താവാണ് എന്റെ എസ്റ്റേറ്റ് വാങ്ങുന്നതെന്ന് നാളെ രജിസ്ട്രേഷൻ കഴിയുന്നത് വരെ ഒരു ഈച്ച പോലും അറിയരുത്. കാണാൻ 1000 കണ്ണുകളും കേൾക്കാൻ അതിലേറെ കാതുകളുമുള്ളവനാ ജീവൻ. അതെ, എന്നോട് കളിച്ചാലേ ഞാൻ ആളെ വെച്ച് കൊല്ലിക്കും. എന്തെങ്കിലും പൂത്ത പണമുണ്ട്. ആ ഗുഡ്, വെരി ഗുഡ്. ഇത് മാവ് കുഴക്കുന്നേ ഉള്ളോ? മണി 9 ആയല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയില്ലേ? ആയല്ലോ. സാറിനെ കാണാതായപ്പോ ഞങ്ങൾ കൊണ്ടുവന്നേ ഉള്ളൂ. എന്നാ തിന്ന് തിന്നടോ. അയ്യോ, ഇതെന്താ പച്ചമാവ കഴിക്കുന്നേ? ആ, ഞങ്ങൾ ഇവന് ദിവസവും കൊടുക്കാറുള്ളത് പച്ചമാവ. ഈ മാവ് കഴിച്ചിട്ട് ഞാൻ കുറച്ച് തിളച്ച വെളിച്ചെണ്ണയും കൂടെ കുടിക്കും. അപ്പൊ അത് വയറ്റി കിടന്ന് പൂരി ആയിക്കോളും. അല്ല, നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാൻ തിലോത്തമ്മ. ദേവർമ്മയുടെ എസ്റ്റേറ്റ് വാങ്ങിയത് ഞങ്ങളാ. ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ വന്നതാ. അത്രേ ഉള്ളൂ. ഞാൻ പൗലോസ്. ഇത് ഞങ്ങളുടെ ശത്രു. ശത്രുഘ്നൻ. ഓഹോ, ദാ നിൽക്കുന്ന ആളാണ് ജീവൻ. അപ്പോ ജീവന്റെ ഫാമിലി? അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. സെൻസസ് എടുക്കാൻ വന്നൊന്നുമല്ലോ. ജീവൻ വില പറഞ്ഞ എസ്റ്റേറ്റ് ഞങ്ങൾ വാങ്ങിയതിൽ ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ദേവർമ്മ എസ്റ്റേറ്റ് വിൽക്കുന്നെന്ന് പറഞ്ഞു. വിലയും മറ്റു കാര്യങ്ങളും ഒത്തു വന്നപ്പോ ഞങ്ങളത് വാങ്ങി. ഞങ്ങളുടെ ദേഷ്യമൊന്നും തോന്നരുത്. ഒറ്റയ്ക്കാണോ? അല്ല, തിലോത്തമേ, എന്തിനാ ഈ തണുപ്പത്ത് പുറത്തിറങ്ങിയത്? നീ എങ്ങോട്ടാ? മതിലാരെയും നോക്കാൻ വന്നാടി. ആരാ മനസ്സിലായില്ലോ? ഞാൻ കർത്താവ്. എന്റെ ഈശോയെ, അങ്ങ് ഉയർത്തെഴുന്നേറ്റ് പോയിട്ട് ഇപ്പഴേ വരണേ. എവിടെ കുരിശ്? ആ കർത്താവല്ലടോ, ഞാൻ ഇവളുടെ ഭർത്താവ്. പേര് ചേകന്നൂർ നീലകണ്ഠൻ കർത്താവ്. കണ്ടാൽ അവരുടെ അപ്പൂപ്പൻ, സോറി മുത്തച്ഛനാണെന്ന് തോന്നുന്നു. മുത്തശ്ശന്റെ അപ്പനാടാ. ആണുങ്ങളുടെ മണം അടിച്ചപ്പോഴേക്കും നീ വേലിയാടി ഇല്ലടി മൂദേവി. നാട്ടിലുള്ള പൂവാലന്മാരുടെ മുഴുവൻ ശല്യം സഹിക്ക വയ്യാതെ ഉള്ളതൊക്കെ വിറ്റുപറക്കി തണുപ്പത്ത് വന്നപ്പോ ആരാടാ ഈ ജീവൻ? ഞാനാ. നീ വലിയ കൊമ്പത്തെ ആളാണെന്നൊക്കെ ഞാൻ അറിഞ്ഞു. പക്ഷെ എനിക്ക് നീ ഒരു പുല്ല. എന്തെങ്കിലും പൂത്ത കാശിടാ. പൂത്ത കാശുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കണോ? അയ്യോ, അയ്യോ, എന്താ പറ്റി? ആസ്മയാ. സമാധാനമായി. ഞങ്ങൾ ഇറങ്ങട്ടെ, പിന്നെ വരാം. വരൂ. വരണതിന് വിരോധമില്ല. പക്ഷെ ഒറ്റയ്ക്ക് വന്നാ മതി. കൂടെ ഈ ഉപ്പുചാക്ക് വേണ്ട. വരൂ നീ. ജീവ, എസ്റ്റേറ്റ് നമുക്ക് തന്നെ കിട്ടും. എങ്ങനെ? കണ്ടില്ലേ, അയാളിന്റെ അധികം നാളും ഉണ്ടാവില്ല. സ്കൂളിൽ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റാ ജീവേട്ട ഇത്. ബ്ലാക്ക് ബോർഡ് 2, ഡെസ്ക് 10, ബെഞ്ച് 10, then color chalk, toys for the playroom, minimum 30,000 rupees. Chocolates for crying children, Cadbury's only. അയ്യടാ, Cadbury's മാത്രം. എടി, നീ ഇതൊക്കെ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ, അല്ല നീ നിന്റെ മറ്റവനും കൂടി തിന്നു തീർക്കണോ? ബ്ലാക്ക് ബോർഡും ബെഞ്ചും ഡെസ്കും ചോക്കും ഒക്കെ കട്ട്. ആ കാശിന് കൂടി ടോയ്സ് ആൻഡ് ചോക്ലേറ്റ്സ്. ബോർഡും ചോക്കും ഒന്നും ആവശ്യത്തിന് ഇല്ല ജീവേട്ടാ. ഉള്ളതൊക്കെ മതിയെന്നേ. പിള്ളേര് കളിച്ചും തിന്നൊക്കെ വളരട്ടെ. ചോക്കെങ്കിലും. നോ മോർ ചോക്ക്, ചോക്ലേറ്റ്സ് ഓൺലി. ഓക്കേ, ബൈ. ഹായ് ജീവൻ, ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ജീവൻ ദിവസം ഓടാറുണ്ടോ? ഇല്ല, ആഴ്ചയിൽ 7 ദിവസം. ആഹാ, രാവിലെ നല്ല മൂഡിലാണല്ലോ. നല്ല ജോക്സ് ഒക്കെ വരുന്നു. ജോഗ് ചെയ്യുമ്പോ ജോക്സ് പറയുന്ന എന്റെ സ്റ്റൈലാ. എന്താ ബ്രേക്ക് ഇട്ട് കളഞ്ഞത്? കാല് കൊടുത്ത് പോട്ടെ. വയ്യ, ഇന്ന് ഇത്രേ മതി. കണ്ടോ, എനിക്കൊരു കപ്പ് കാപ്പി പോലും ജീവൻ ഓഫർ ചെയ്തില്ല. നോ പ്രോബ്ലം, ഞാൻ എടുത്തോളാം. നമ്മൾ തമ്മിൽ എന്തിനാ വെറുതെ ഒരു ഫോർമാലിറ്റി? ഓ, പണ്ടാറം. ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ, ജീവൻ എന്താ വിവാഹം കഴിക്കാത്തത്? കാലത്ത് പൗലോസേട്ടൻ ഉണ്ടാക്കി തരുന്ന ആഹാരം കഴിച്ചാ പിന്നെ വേറെ ഒന്നും കഴിക്കാൻ തോന്നില്ല. വീണ്ടും കോമഡി. സമ്മതിച്ചിരിക്കുന്നു. ഇതെങ്ങനെ പറ്റുന്നു? കോമഡി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മെഷീൻ വീട്ടിലുണ്ടേ. അതിൽ നിന്ന് ഇങ്ങനെ അടിച്ചിറക്കണതാ. നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? സത്യം പറഞ്ഞ എനിക്ക് ഒരു പണിയുമില്ല. ഇവിടെ വന്ന ശേഷം ആകെ ബോറടിച്ചിരിക്കുക. ചേട്ടനാണെങ്കിൽ ഇവിടുത്തെ ക്ലൈമറ്റും പിടിക്കുന്നില്ല. വലിവുണ്ടേ? അതേടി, എന്നെ ഉറക്കി കിടത്തിയിട്ട് നീ വേലി ചാടി അല്ലേടി ഒരുമ്പട്ടോളെ. ഈ പ്രായത്തിന് നിന്നെ കെട്ടാൻ അറിയാമെങ്കിൽ നിന്നെ കെട്ടിയിടാനും അറിയാടി. ഇങ്ങോട്ട് പാടി. നാണമില്ലോടോ എനിക്ക്? കൂടെ ഓടാനും ശൃംഗരിക്കാനും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടിയുള്ളൂ. ഒന്നുമില്ലെങ്കിൽ തന്നെ പോലെ ഞാൻ ഒരു ചെറുപ്പക്കാരനല്ലോടോ.
പോടാ പുല്ലേ ഞാൻ കൊല്ലടാ കൊല്ലടാ. എന്റെ ഒരു പൂത്ത പണമുണ്ട്. ആളെ വിട്ടിയാൽ നിന്നെ കൊല്ലിക്കും. ചേട്ടാ ആൾക്കാർ കേൾക്കും. കേക്കട്ടെ നാട്ടുകാർ പിന്നെ തെണ്ടിത്തരം. രണ്ടെണ്ണത്തിനെ നാട്ടിക്ക് ഞാൻ. ആ ഇയാളെ വിളിച്ചോണ്ട് പോ. വെറുതെ തന്നെ കൈക്ക് പണി ഉണ്ടാക്കരുത്. കിളവനാന്നൊന്നും ഞാൻ നോക്കൂല. ആരാടാ കളവൻ? ചേട്ടാ ഇവനെ ഞാൻ- ഡാ, എന്താടാ? എഞ്ചടാ ആരാടാ കളവൻ? ഞാനവനെ എന്നെ കൊല്ലാൻ വരുന്നേ. ഏയ്, എന്നെ രക്ഷിക്കണേ. ഇവിടെ ഒന്ന് പറയാം. ഓടരുത്. എന്നെ കൊല്ലാൻ വേണ്ടിട്ടല്ലേ വരുന്നത്. വിടടാ, വിടറി. നാട്ടുകാരെ എന്നെ കൊല്ലാൻ വരുന്നേ. രക്ഷിക്കണേ. ആർക്കും ഞാൻ അവൻ എന്താ കരുതിയത്? മാറിക്കടി എന്നാ പിടി അവനെ പോയി കൊല്ല്. ആ, എന്താ പോലീസ് ഇട്ടത്? പുള്ളി എന്ത് വിവരക്കേട് കാണിച്ചു വെച്ച് ഇത് വിവരക്കേട് ഒന്നുമല്ല. ആ തെണ്ടിയെ ഞാനിന്ന് കൊല്ലും. ഭാര്യയുടെ മുമ്പിൽ വെച്ചാണ് ഭർത്താവിനെ തെണ്ടിന്ന് വിളിക്കുന്നത്. ഛേ, ഭർത്താവും കർത്താവും ഒന്നല്ല, ശത്രു. അവൻ ചെയ്ത പണി എന്താണെന്ന് നിനക്കറിയോ? എന്ത് പറ്റി? എനിക്കറിയില്ല. വീട് നിറച്ച് പോലീസുകാര്. ആ തമ്പാനോട് തമ്പാൻ അവനെ പൊക്കി പിടിച്ച് കൊണ്ടുവന്നിരിക്കുക. ഒരു പെണ്ണ് നിന്ന് കരയിലുണ്ട്. മാറിക്കടി. ഇനി അവനെങ്ങാനും അവളെ ബലാത്സംഗം ചെയ്തത്. ചേട്ടാ വണ്ടിക്കർ. ആ. ഞാൻ ആരെയും തട്ടിക്കൊണ്ടുപോയില്ല. ഞാൻ കിമ്പളം വായിക്കുന്ന കംപ്ലൈന്റ് ഒടുപ്പിച്ച എന്റെ ശത്രു. എന്റെ കുടുംബം പട്ടിണിയാണ്. എന്താ തെണ്ടാന്ന് വെച്ചാ അതിന് നീ സമ്മതിക്കില്ല. കാബറിക്ക് വിടുവാ 12. എന്താ തമ്മാനെ, എന്താ പ്രശ്നം? പ്രശ്നം ഗുരുതരമാണ്. ജാമ്യം കിട്ടാത്ത കേസാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകൽ. സാറ് പറഞ്ഞത് ശരിയാണോടാ? ഇവരുടെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു എന്നുള്ള സത്യം അത് പറ്റോ? മതി, ഇപ്പൊ ഒരു ഡസനായി. പക്ഷെ കിഡ്നാപ്പ് ചെയ്തത് ഞാനല്ല. ഞാൻ ഇന്നലെ ഇവിടെ ഇല്ലായിരുന്നല്ലോ. ഈ പൗലോസ് ഏട്ടൻ. ഞാനോ കത്തിങ്ങാടോ? സത്യം പറയടാ, എന്താണ് ഉണ്ടായത്? ഏ, നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കാതെ ഇവന്മാരോട് നമ്മുടെ കുഞ്ഞോടെ ചോദിക്കേ. ദേ എന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോണ്ടല്ലോ എല്ലാത്തിനെയും കുത്തി കീറിക്കളഞ്ഞാൻ. പ്ലീസ് നിങ്ങളൊന്ന് സമാധാനിക്ക്. ഞാൻ ജീവൻ, ഇന്നലെ വൈകുന്നേരം കൃത്യം 6:39 നിങ്ങളുടെ വണ്ടിയിൽ കുട്ടിയെ കണ്ടവരുണ്ട്. അതിനുശേഷം കുട്ടിയെ കാണാനില്ല. കൃത്യം 7:39 ഇയാൾ ആ വണ്ടി സിറ്റിയിൽ കൂടി അമിത വേഗത്തിൽ ഓടിച്ചുകൊണ്ട് പോകുന്നതും കണ്ടവരുണ്ട്. അയ്യോ, അത് ചായപ്പൊടിയിൽ ഓടിക്കാൻ പോയതാ. കൃത്യം 8:39 എനിക്ക് പരാതി കിട്ടിയത്. അതൊക്കെ പിറകെ എന്നെ നടന്നത്. Oh my God. പിടിക്കവരെ. ബഹളം വെക്കണേ. ഇവ രക്ഷപ്പെടാൻ നോക്കണ്ട. തമ്പാന് കീഴടങ്ങ്. കിട്ടി. തൊണ്ടി. കുട്ടിയെ തട്ടിയോ? ഇല്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ. ജീവാ എന്താ? അയ്യോ. ഏതാ കള്ളാ. വാ. മോനെ മോനെ, എന്റെ പൊന്നു മോനെ. സോറി സാർ, ഐ എം റിയലി സോറി. ആക്ച്വലി സംഭവിച്ചെന്താന്ന് വെച്ചാൽ സോറി, മതി. എന്തായിരുന്നു കിഡ്നാപ്പിംഗിന്റെ ഉദ്ദേശം? കിഡ്നാപ്പിംഗ് ഒന്നുമല്ല സാർ. സ്കൂളിൽ വെച്ച് മോൻ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അവൻ പറഞ്ഞു സിനിമ കാണണമെന്ന്. ഞങ്ങൾ ഒന്നിച്ച് ഇവിടെ വന്നൊരു വീഡിയോ ഫിലിമും കണ്ടു. അതപ്പോ ഞാൻ കണ്ടില്ലല്ലോ. ആ, ഞങ്ങൾ വന്നപ്പോ പോലീസേട്ടൻ കുളിക്കായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോ അവനങ്ങ് ഉറങ്ങിപ്പോയി. ഞാനും ഒന്ന് മയങ്ങി. വീട്ടിൽ പോണ കാര്യം അവനും മറന്നു, അവനും ഇവിടെയുള്ള കാര്യം ഞാനും മറന്നു. അതാ ശരിക്കും സംഭവിച്ചത്. മിസ്റ്റർ ജീവൻ, വളരെ ലാഘവത്തോടെ നിങ്ങൾ പറഞ്ഞു തീർത്തു. ഇവനെ കിട്ടുന്നവരെ ഞങ്ങൾ അനുഭവിച്ച വേദന നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോറി സാർ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എന്ത് പ്രായച്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാം. മോന്റെ കൂടെ കഴിഞ്ഞ ഓരോ നിമിഷവും എന്താ പറയാ, ഞാനും അവനെ പോലൊരു ഒന്ന് ചോദിച്ചോട്ടെ, കുറച്ചു ദിവസം അവനോട് നിൽക്കട്ടെ. ഒരു കുറവും കൂടാതെ അവനെ പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. കണ്ടില്ലേ, ഇതായിരുന്നു ഇയാളുടെ ഉദ്ദേശം. കുഞ്ഞുങ്ങളോട് അത്രയ്ക്ക് സ്നേഹമാണെങ്കിലേ വല്ല അനാഥാലയത്തിൽ നിന്ന് ദത്തെടുക്കണം. ഇതിനെത്ര ചൂടാവേണ്ട കാര്യം എന്താ പെങ്ങളെ? ഇവനെ കൂടാതെ വേറെ 3-4 വീട്ടിലില്ലേ? ഒരെണ്ണത്തിന് ഒരു ദിവസം കണ്ടില്ല എന്ന് വെച്ചാ ഉറക്കം വരില്ലേ? ഇത് വലിയ കൂത്തായി. അത് മനസ്സിലാവണമെങ്കിലേ തന്തയ്ക്കും തള്ളയ്ക്കും ജനിക്കണം. നീ ഒന്ന് അടങ്ങ്. മിസ്റ്റർ ജീവൻ, 3 അല്ല 300 എണ്ണം ഉണ്ടെങ്കിലും അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം വിലപ്പെട്ടതാ. തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോഴേ മനസ്സിലാവൂ, പണം കൊണ്ട് മാതൃത്വത്തിന് മാത്രം വില പറയാൻ പറ്റില്ല.
എനിക്കറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, വട്ടാണോ? കാലയിലെ ഒരു കേസ് കിട ചിന്ത മതിയായി പോച്ചേ. എന്ത് വിവരക്കേടാ നീ അവരോട് പറഞ്ഞത്? പിച്ച തെണ്ടിയാലും കൈ നിറയെ പണം കിട്ടിയാലും ഏതെങ്കിലും ഒരു അമ്മ അവരുടെ സ്വന്തം കുഞ്ഞിന് കൊടുക്കൂ? ഇത് രണ്ടും അല്ലെങ്കിൽ പിന്നെന്തിനാ എന്നെ പ്രസവിച്ച ആ സ്ത്രീ എന്നെ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞത്?